അടൂർ തെങ്ങമത്ത് കടയിൽ കയറി യുവാക്കളുടെ അക്രമം. മദ്യലഹരിയിലായിരുന്നു യുവാക്കൾ. മദ്യലഹരിയിലാണ് യുവാക്കൾ അക്രമം നടത്തിയതെന്ന് പോലീസ്. അക്രമം നടത്തിയ യുവാക്കൾ പല കേസുകളിലും പ്രതികളെന്നും പോലീസ് പറഞ്ഞു. വിവരങ്ങളുമായി സുജു ടി ബാബു. ഇപ്പോൾ സുജു ആണ്. സുജു, എപ്പോഴായിരുന്നു? ഇന്നലെ രാത്രിയായിരുന്നോ സംഭവം? ശരത്, ഇന്നലെ രാത്രി 10:30-ക്കാണ് അടൂർ തെങ്ങമത്ത് പെട്രോൾ പമ്പിന് സമീപം പ്രവർത്തിക്കുന്ന ഈ തട്ടുകടയിൽ കയറി യുവാക്കളുടെ അക്രമം നടന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അടിയെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ അടിയായിരുന്നു. ഒരു സിനിമാ സ്റ്റൈല് അടിയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ അടിയുടെ മുഴുവൻ ഭാവം കണ്ടു കഴിഞ്ഞാൽ വലിയ ഞെട്ടലുളവാക്കുന്ന തരത്തിലായിരിക്കാം യുവാക്കൾ ഇന്നലെ സംഭവിച്ചത് എന്ന് പറയുന്നത്. എൻ്റെ 10:30-ക്ക് മുമ്പ് ഈ തട്ടുകടയ്ക്ക് സമീപത്ത് വെച്ച് വാഹനം പാർക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇരുചക്ര വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് സംഘങ്ങൾ തമ്മിൽ തർക്കമുണ്ടാകുകയും അതിനുശേഷം ഒരു സംഘം ഈ തട്ടുകടയിലെത്തി ഭക്ഷണം കഴിക്കുമായിരുന്നു. അപ്പോഴാണ് വിഷ്ണുവും അഭിരാജ് എന്ന രണ്ട് യുവാക്കൾ, ഇവരാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ളവർ, ഇവരെത്തുകയും പിന്നീട് വാക്കുതർക്കം ഉണ്ടാവുകയും ഈ പൊരിഞ്ഞ അടി നടക്കുകയായിരുന്നു. മദ്യലഹരിയിലായിരുന്നു ഈ സംഘങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ അടിയേറ്റവരെയും ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ അഭിരാജിനെയും മറ്റ് യുവാവിനെയും ഒക്കെ തന്നെ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പോലീസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. കാരണം ഇന്നലെ മദ്യലഹരിയിലായിരുന്നു. മാത്രമല്ല ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇത്രമാത്രം വലിയ ഒരു അക്രമം ഉണ്ടാവാൻ മുഖമായിട്ട് പ്രതികളുടെ മൊഴി എടുക്കുവാൻ സാധ്യമല്ല. പ്രതികളുടെയും പരാതിക്കാരുടെയും സാധ്യമല്ലാത്തൊരു കാര്യം കൂടിയുണ്ട്. ഇനിയും പോലീസിനെ സംബന്ധിച്ചോളം ഇത് കടക്കാരനായിരിക്കുന്ന ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഈ തെങ്ങമത്ത് പെട്രോൾ പമ്പിന് സമീപം ഇത്തരം ഒരു തട്ടുകട ആരംഭിക്കുന്നത്. അവിടെയാണ് യുവാക്കൾ കയറി ഈ അക്രമം കാട്ടിയിരിക്കുന്നത്. ആ തട്ടുകടക്കാരൻ്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് പോലീസിന് പരാതി സ്വീകരിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. ശരത്ത. ശരി, സുജു ആണ്. ഏതായാലും പോലീസ് ഇതേ തുടർന്ന് ഇപ്പോൾ നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ശേഖരിച്ച ദൃശ്യങ്ങളുമൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്.